ഇനിയിപ്പം എയിംസ് കിട്ടും എന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ അതിൽ അതിയായ സന്തോഷം തന്നെയാണ്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് നിരവധി തവണ കേന്ദ്രമന്ത്രിമാരെ കണ്ടിരുന്നു. എയിംസ് കേരളത്തിന് അർഹതപ്പെട്ടതാണ്, തരണമെന്ന് പറഞ്ഞ് ഓരോ തവണ കാണുമ്പോഴും ഉറപ്പായിട്ടും കേരളത്തിന് തരും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഞാൻ മാത്രമല്ല, അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എയിംസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഡൽഹിയിൽ നിരവധി തവണ പ്രധാനമന്ത്രിയെ കണ്ടു, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടു, പക്ഷെ നമുക്ക് തന്നിട്ടില്ല. ഇനിയിപ്പം എയിംസ് കിട്ടും എന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ അതിൽ അതിയായ സന്തോഷം തന്നെയാണ്. എങ്ങനെയാണ് അങ്ങനെയെല്ലാം പറയാൻ സാധിക്കുന്നത്? ഇപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെയായാലും എയിംസ് കിട്ടിയാൽ മതി, അത് ഏത് ജില്ലയിൽ നിന്നുള്ളതില്ല. അപ്പോൾ ഞങ്ങളന്ന് അന്നത്തെ കാലത്ത് 4 സ്ഥലങ്ങളാണ് അതും നമ്മൾ നിർദ്ദേശിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഒരു സ്ഥലം നിർദ്ദേശിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചു. അപ്പോൾ അവിടെ കിനാലൂർ സ്ഥലം ഉണ്ടായിരുന്നു ആവശ്യത്തിന്, എന്നാൽ അതാവാം എന്ന് ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു. എന്നിട്ടാണ് ആ ഒരു സ്ഥലം നിർദ്ദേശിച്ചത്. ഒരു സ്ഥലം നിർദ്ദേശിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിലൊന്നും ഒരു തർക്കിക്കേണ്ട കാര്യമല്ല. എവിടെയാണോ കൂടുതൽ ഒരു മെഡിക്കൽ കോളേജിന്, ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം, ഭാവിയിലെ വികസനവും കൂടി പ്രധാനമാണ് അത്തരം സ്ഥാപനങ്ങളുടെ. അതെവിടെയാണോ കിട്ടുക അവിടെ വരണം എന്ന് മാത്രമേ ആഗ്രഹിക്കേണ്ടതുള്ളൂ. ഈ സ്ഥലത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം തമ്മിൽ യോജിപ്പാകാൻ പറ്റില്ല. എയിംസിന് വേണ്ടി കിട്ടുമോയെന്നറിയാത്ത കാര്യത്തിന് പോലും വേണ്ടി യോജിപ്പില്ല എന്നുള്ളതായിരിക്കും. പക്ഷേ ഏത് സ്ഥലത്തായാലും നേരത്തെ ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ച സ്ഥലം അത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി എവിടെയെങ്കിലും ആയാലും ഞങ്ങളതിന് സ്വാഗതം ചെയ്യുള്ളൂ. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോഴും അക്കാര്യം ശ്രദ്ധയപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു. ഞാൻ മന്ത്രിയായപ്പോൾ അദ്ദേഹം സംസാരിക്കാനിടയായിരുന്നു. അപ്പോൾ ടീച്ചർ കോഴിക്കോടിനാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു ഞാനല്ല, 4 സ്ഥലം ഉണ്ടായിരുന്നു, അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം കോഴിക്കോടാണെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ കോഴിക്കോട് കിനാലൂർ നമുക്ക് എയിംസിന് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞത്. അവിടെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തരണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇനി അതല്ല, കേന്ദ്ര ഗവൺമെൻറ് വേറെ ഏതെങ്കിലും ഒരു സ്ഥലമാണ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നെങ്കിൽ വേണ്ടാന്നൊന്നും പറയാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ എന്താണ് അങ്ങനെ പറയുന്നതെന്നറിയില്ല. ഒറ്റ സ്ഥലം തന്നെ നിർദ്ദേശിച്ചത്, ഒറ്റ സ്ഥലം നിർദ്ദേശിച്ചത്. അതെ അതെ. അപ്പോൾ ചെയ്യുന്നറിയില്ല. ആരുടെ പ്രസ്താവന? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫ്ലൈറ്റിലായിരുന്നു, ഇപ്പം വന്നിട്ട് ഇറങ്ങിയിട്ടല്ലേ ഇവിടെ. ഞാൻ കണ്ടിട്ടില്ല DCC പ്രസിഡന്റിൻ്റെ. ഇല്ല, അതൊന്നും അങ്ങനെ ഒരു വിവാദ വിഷയമാക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പം ഗവൺമെൻറ്റുകൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ കരുതി കൂട്ടി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു വലിയ വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വിഴിഞ്ഞം വിവാദമാക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വിഴിഞ്ഞം ഇടതുപക്ഷ ഗവൺമെൻറ് വിഴിഞ്ഞം കൊണ്ടുവരണം എന്നുള്ള നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി. നേരത്തെ അദാനി ഗ്രൂപ്പിനെ കേന്ദ്രമാണ് ഏൽപ്പിക്കുന്നത്, കേന്ദ്രത്തിൻ്റെതാണ് പോർട്ട്. അപ്പോൾ അവർ ഏകദേശം അത് ഇട്ടേച്ച് പോയതുപോലെയാണ് ആയിരുന്നല്ലോ. അതിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും അതിനാവശ്യമായിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതവും കൊടുക്കാമെന്ന് നിശ്ചയിച്ചിട്ടാണ് 5400 കോടി ഞങ്ങൾ ചിലവഴിച്ചു. പക്ഷേ ഇപ്പം 3000 കോടി അത്രയേ ചിലവഴിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാദമുണ്ട്. അത് എത്രയോ ആവട്ടെ, സംസ്ഥാന ഗവൺമെൻറ് ചിലവഴിക്കേണ്ടുന്ന വിഹിതം ചിലവഴിക്കുകയും സംസ്ഥാന ഗവൺമെൻറ് അതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്തതിന് ശേഷമാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് വിഴിഞ്ഞം പോർട്ടിനെതിരെയല്ല ഞങ്ങൾ. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകണം, പക്ഷേ അത് നിയന്ത്രിതമായിട്ട് വേണം. ഇത് ഏതെങ്കിലും കോർപ്പറേറ്റുകളുടെ കയ്യിൽ അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്ന രീതിയിൽ, സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ഇല്ലാതാകുന്ന രീതിയിൽ, നാളെ സംസ്ഥാനത്തിന് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വരുമാനത്തിൻ്റെ മാർഗം കൊട്ടിയടക്കുന്ന രീതിയിൽ ആയിപ്പോകരുത്.